അഭിവാദനങ്ങൾ. സ്നേഹം, സ്നേഹം, ദൈവപിതാവിന്റെ സ്നേഹം, പാപികൾ നമുക്കായി സ്വപുത്രനെ നൽകിയ പാരിനുടയോന്റെ ദിവ്യ സ്നേഹം. സ്നേഹം, സ്നേഹം. പാപം മൂലം അധപതിച്ച മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അതിനായി പരിശുദ്ധയും നിർമ്മലയുമായ മറിയത്തെ തിരഞ്ഞെടുത്ത ദൈവം അവൾക്ക് ഭർത്താവായി നൽകിയത് ആരെയാണെന്നറിയണ്ടേ? ധീരനും നീതിമാനുമായ വിശുദ്ധ ഔസേപ്പ്. അതെ, ആ നീതിമാന്റെ കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഥ നീതിമാനായ താതൻ. അതാ ആ മലഞ്ചെരുവിലെ കൊച്ചു വീടിന്റെ മുൻപിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആരാണ് അവിടെ നിൽക്കുന്നത്? അത് മറ്റാരുമല്ല, സുന്ദര രൂപനാം സൗമ്യശീലനാം നല്ലൊരാശാരി ജോസഫ്. അവൻ യദുമരത്താടി കൊണ്ടും പണിതിടും സുന്ദര കോമള രൂപങ്ങളെ. ജോസഫ് ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുകയാണല്ലോ. ഓ, അത് മറ്റാരെയുമല്ല, തന്റെ പ്രതിശ്രുത വധുവായ മേരിയെ തന്നെയാണ്. അവൾ ഇന്നാണ് ഇളയമ്മയായ എലീശയുടെ പക്കൽ നിന്നും മടങ്ങി വരുന്നത്. 3 മാസത്തോളമായി താൻ അവളെ കണ്ടിട്ടെന്ന് ജോസഫ് ഓർത്തു. നീതി കാക്കുന്നത് പോലെയാണ് താൻ അവളുടെ കൊച്ചു വീടിനെ കാത്തു പരിപാലിച്ചത്. ഇന്ന് തന്റെ കാത്തിരിപ്പിന് വിരാമമാകും അവൻ സ്വയം പാടി. ഷാരോണിൽ വിരിയുന്ന പനിനീർ സുമം പോൽ പരിശുദ്ധയായവൾ മേരി, ലോകത്തിലേറ്റം ഭാഗ്യവാൻ ഞാനല്ലോ, ദൈവം എത്രയോ കാരുണ്യവാൻ. അതാ തന്റെ മേരി കടന്നു വരുന്നു. ജോസഫ് അവളെ സ്വീകരിക്കാനായി വഴിയരികിലേക്ക് ഓടിയിറങ്ങി. പെട്ടെന്ന് അവൻ ഞെട്ടിത്തരിച്ചു. ഒന്നും മിണ്ടാനാകാതെ അവൻ നിശ്ചലനായി നിന്നു. ജോസഫ്, നിനക്ക് സുഖമല്ലേ? എന്റെ ഈ കൊച്ചു വീടും ഈ പൂന്തോട്ടവും ഒക്കെ നീ നന്നായി കാത്തു പരിപാലിച്ചല്ലോ. നിനക്ക് നന്ദി ജോസഫ്, നന്ദി. മേരി, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? നിനക്ക് എന്തെങ്കിലും അസുഖമാണോ? പറയൂ മേരി. ഓ ജോസഫ്, എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരട്ടെ. ആ ജോസഫ്, ഇളയമ്മയുടെ പക്കൽ നിന്നും നല്ല അത്തിപ്പഴങ്ങളും നറുതേനും നിനക്കായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ അകത്തേക്ക് കയറിയിരിക്കൂ. വിഷാദം നിറയും മനമോടെ ജോസഫ് മൂകനായി നിശ്ചലം നിന്നുപോയി. ലോകത്തിന്റെ രക്ഷകൻ മേരി തന്നുദരത്തിൽ ജന്മമെടുത്തതറിഞ്ഞിടാതെ. ഓ മേരി, എനിക്കെന്തോ സുഖമില്ലാത്തതുപോലെ. നീ വിശ്രമിക്കൂ, ഞാൻ നാളെ വരാം. ജോസഫ് നടന്നു നീങ്ങുന്നത് മേരി ദുഃഖത്തോടെ നോക്കി നിന്നു. ഇല്ല, ദൈവിക രഹസ്യങ്ങൾ തനിക്ക് പറയാൻ കഴിയില്ല, അതിന് തനിക്ക് യോഗ്യതയില്ല. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, നിത്യനായവനെ, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ജോസഫ് തന്റെ കൊച്ചു വീട്ടിൽ തളർന്നിരുന്നു. ഓ ദൈവമേ, എന്റെ മേരിക്ക് എന്താണ് സംഭവിച്ചത്? അവൾ തെറ്റ് ചെയ്തുവെന്നോ? എന്താണ് അവൾ എന്നോടൊന്നും പറയാത്തത്? പൊട്ടിക്കരഞ്ഞവൻ ആർദ്രനായി കേണു. ദൈവപിതാവേ, ഞാനെന്തു ചെയ്യുവാൻ? മേരി ഒരിക്കലും തെറ്റു ചെയ്തിടില്ല, പിന്നെ എന്തിങ്ങനെ സംഭവിക്കാൻ? പെട്ടെന്ന് അവൻ ഞെട്ടിവിറച്ചു. മോശയുടെ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. ഹോ, തനിക്കത് ചിന്തിക്കാൻ വയ്യ. ഇല്ല, ഞാൻ അവളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്കൊന്ന് ചെയ്യാൻ കഴിയും. ഞാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കും. എന്നിട്ട് ഞാൻ ഈ നാട് വിട്ടുപോകും. ഓ മേരി, എന്റെ മേരി, എന്നോട് ക്ഷമിക്കൂ. തളർന്ന അവശനായ ജോസഫ് ചിന്താഭാരത്തോടെ നിദ്രയിലാണ്ടു. ജോസഫ്, നീ വിഷമിക്കേണ്ട. മേരിയെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ ശിശു ദൈവപുത്രനായ ഈശോയാണ്, ലോകരക്ഷകൻ. ദൈവദൂതനെ കണ്ട
ജോസഫ് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. വേഗം മേരിയുടെ അടുക്കിലേക്ക് അവൻ പാഞ്ഞു. ഓ മേരി, എന്റെ മേരി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. എന്റെ ഈശോയെ, ദൈവപുത്രനെ ഞാൻ തള്ളിപ്പറഞ്ഞു. ഇല്ല ജോസഫ്, കുറ്റം എന്റേതാണ്. എനിക്ക് നിന്നോട് പറയാൻ പറ്റിയില്ല. എല്ലാം ദൈവം നിന്നോട് പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആത്മാവിൽ ആനന്ദപൂരിതരായവർ ദൈവ തിരുനാമം വാഴ്ത്തുകയാൽ ലോകത്തിൻ രക്ഷകൻ ഈശോ തൻ വരവിനായി പ്രാർത്ഥനയോട് അവർ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ലോകമാസകലമുള്ള ജനങ്ങളുടെ കണക്കെടുപ്പിനായി ഓരോരുത്തരും താങ്കളുടെ പട്ടണങ്ങളിൽ എത്തണമെന്ന് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു. ഇതിൽ പ്രകാരം ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മേരിയെയും കൂട്ടി ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ഓ ജോസഫ്, എനിക്കിനി ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യ. എനിക്ക് പ്രസവ സമയം അടുത്തിരിക്കുന്നു. മേരി, നീ വിഷമിക്കാതെ, ഞാൻ ഏതെങ്കിലും സത്രമുണ്ടോ എന്ന് നോക്കാം. മനുഷ്യപുത്രനു ജന്മമേകാൻ ഒരു സ്ഥലവും ഭൂവിലില്ല. പ്രപഞ്ചനാഥനു പിറവി കൊള്ളാൻ പാരിലെങ്ങും ഭവനമില്ല. ഹേ മനുഷ്യ, സത്രത്തിനെങ്ങും സ്ഥലമില്ല. മാത്രമല്ല, പൂർണ്ണ ഗർഭിണിയായ ഇവളെയും സ്വീകരിച്ച് പുലിവാല് പിടിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ദാ അങ്ങോട്ട് നോക്കൂ, ആ പാറയുടെ അങ്ങേയറ്റത്ത് ഒരു കാലിത്തൊഴുത്തുണ്ട്. വേഗം അങ്ങോട്ട് പോയിക്കൊള്ളൂ, ഇല്ലെങ്കിൽ ഒടുവിൽ അതും ഇല്ലാതെ വരും. അങ്ങനെ ആ കൊടും മഞ്ഞിൽ വെറും ഒരു കാലിത്തൊഴുത്തിൽ സാക്ഷാൽ ദൈവപുത്രന് മേരി ജന്മം കൊടുത്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സമാധാനം. മാലാഖമാർ ഏറ്റുപാടി. മേരി തന്റെ പുത്രനെ ജോസഫിന്റെ കൈകളിൽ കൊടുത്തു. വേണ്ട മേരി, എനിക്കിതിന് യോഗ്യതയില്ല. ജോസഫ്, ധൈര്യമായിരിക്കൂ. നിനക്കാണ് ഇതിന് ഏറ്റവും യോഗ്യതയുള്ളത്. ഇതാ നിന്റെ മകൻ. ജോസഫ് ദിവ്യ ശിശുവിനെ മെല്ലെ കൈകളിലേന്തി ആ കുഞ്ഞു മൂർധാവിൽ ചുംബിച്ചു. കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ആ ദിവ്യപാദങ്ങളിൽ പൂക്കൾ വർഷിച്ചു. ആഹ്ലാദ ചിത്തനായ ജോസഫ് മയങ്ങവേ അതാ വീണ്ടും ദൈവദൂതൻ. ജോസഫ്, ജോസഫ്, നീ വേഗം മേരിയെയും ഉണ്ണി യേശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. സംഹാരരൂപനായി ഹെറോദോസിതാ ശിശുക്കളെ എല്ലാം വധിച്ചിടുന്നു. ഉണ്ണിയെ രക്ഷിക്ക വേഗം പുറപ്പെടൂ. വൈകാതെ നീങ്ങിടുക. ദൈവഹിതപ്രകാരം ആ നീതിമാൻ വേഗം മേരിയെയും ഉണ്ണി യേശുവിനെയും കൂട്ടി ഈജിപ്തിലൂടെ വിശപ്പും ദാഹവും സഹിച്ചു പുറപ്പെട്ടു. നാളുകൾക്ക് ശേഷം സ്വദേശമായ നസ്രത്തിലേക്ക്. അവിടെ കഠിനമായ മരപ്പണികൾ ചെയ്ത് ദൈവപുത്രന് അന്നം കൊടുത്തു. മേരിയെ സംരക്ഷിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിയവേ ഭൂമിയിലെ തന്റെ ദൗത്യം അവസാനിപ്പിച്ച് ദൈവപിതാവിന്റെ പക്കലേക്ക് പോകാൻ സമയമെടുത്തപ്പോൾ ദൈവപുത്രന്റെ മടിയിൽ തല ചായ്ച്ചും മേരി തൻ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയും ഭൂമിയിൽ തൻ ദൗത്യം തീർത്തൊരാതാതൻ നീതിമാൻ ദേഹം വെടിയുകയാൽ. അതെ, ശാന്തമായി കണ്ണുകൾ അടച്ച് ആ നീതിമാൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി. നീതിമാനും നന്മരണ മധ്യസ്ഥനുമായ ആ പുണ്യപിതാവിനെ നമുക്ക് നൽകിയ ദൈവപിതാവിന് നന്ദി പറയാം. സ്നേഹം, സ്നേഹം, ദൈവപിതാവിന്റെ സ്നേഹം, പാപികൾ നമുക്കായി സ്വപുത്രനെ നൽകിയ പാരിനുടയോന്റെ ദിവ്യ സ്നേഹം. സ്നേഹം, സ്നേഹം. ഇതോടെ എന്റെ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.